സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക്. വിധി എഴുതാൻ തയ്യാറായി മഹാരാഷ്ട്രയും ജാർഖണ്ഡും. ഇത്തവണ കടുത്ത മത്സരം നടക്കുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. മഹാരാഷ്ട്രയിൽ NDA മുന്നണിയും ഭരണപക്ഷമായ മഹായുതിയും ഇന്ത്യ മുന്നണിയായ മഹാവികാസ് അഘാഡിയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ശിവസേനയും NCPയും രണ്ടായി പിളർന്നതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. 288 സീറ്റുകളുള്ള മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ബുധനാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 23-നാണ് വോട്ടെണ്ണലും. ഇപ്പോഴുള്ള സർക്കാരിന്റെ കാലാവധി 26-ന് പൂർത്തിയാകുന്നതിനാൽ അതിനു മുൻപ് പുതിയ സർക്കാർ അധികാരത്തിൽ എത്തേണ്ടതുണ്ട്. ജാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടം വിധി എഴുതുന്നത്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ 6-ലധികം റാലികളിൽ പങ്കെടുത്തു. ഇന്നലെ ആദിവാസി മേഖലകൾ കൂടുതലുള്ള സന്താൽ പർഗാനയിലാണ് രണ്ടാം ഘട്ടത്തിൽ ഭൂരിപക്ഷ സീറ്റുകളും. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, BJPയുടെ മുതിർന്ന നേതാവ് ബാബുലാൽ മറാണ്ടി ഉൾപ്പെടെയുള്ളവർ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനത്തിൽ 6-ലധികം റാലികളിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും 4 മണ്ഡലങ്ങളിലെ റാലിയിൽ കൽപ്പന സോറനും പങ്കെടുത്തു. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റാലിയോടെയാണ് ജാർഖണ്ഡിൽ പരസ്യപ്രചാരണം അവസാനിച്ചത്. അതേസമയം മഹാരാഷ്ട്രയിൽ എതിരാളികൾക്ക് കനത്ത പരാജയം ഉറപ്പുവരുത്താൻ ആഹ്വാനം ചെയ്ത് ശരത് പവാർ. തോറ്റാൽ മാത്രം പോരാ, അതിന്റെ ഭാരം വലുതാക്കി കൊടുക്കണം എന്നതാണ് ശരത് പവാർ വ്യക്തമാക്കുന്നത്. സോലാർപൂർ ജില്ലയിൽ മാധയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശരത് പവാർ ക്യാമ്പിനെ പിളർത്തിയാണ് അജിത് പവാർ മഹായുതി സർക്കാരിന്റെ ഭാഗമായതും ഉപമുഖ്യമന്ത്രിയായതും. ഇതോടൊപ്പം പേരും ക്ലോക്ക് എന്ന ചിഹ്നവും അജിത് പവാറിന് ലഭിക്കുകയും ചെയ്തു. ഇതോടെ ക്ഷീണത്തിലായ ശരത് പവാർ ക്യാമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയാണ് ഉണർന്നത്. അതേസമയം പവാർ കുടുംബത്തിന്റെ തട്ടകമായ ബാരാമതി സീറ്റിൽ അജിത് പവാറിനെ നേരിടാൻ ശരത് പവാറിന്റെ കൊച്ചുമകൻ യുഗേന്ദ്ര പവാറിനെയാണ് ഇത്തവണ ശരത് പവാർ രംഗത്തിറക്കിയിരിക്കുന്നത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക.